ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിജാപുര. ഇത് 5 പുഴകളുടെയും 5 താലൂക്കുകളുടെയും നിറസൗന്ദര്യം കൊണ്ട് കർണാടകയുടെ പഞ്ചാബ് എന്ന് സുപരിചിതമായ ചരിത്രഭൂമി. ബംഗളൂരുവിൽ നിന്ന് 524, മംഗലാപുരത്തിൽ നിന്ന് 555, ഹൈദരാബാദിൽ നിന്ന് 364 കിലോമീറ്റർ അകലെയാണ് ഈ സിറ്റി ഓഫ് ഡൂംസ് നിലനിൽക്കുന്നത്. വിജാപുരയുടെ മണ്ണിന് ഇസ്ലാമിൻ്റെ ചരിത്രം മാത്രമേ പറയാനുള്ളൂ. ഹൈദരാബാദ് നിസാമമാരും ടിപ്പു സുൽത്താനും ആദിൽ ഷാഹികളും ചരിത്രം തീർത്ത മണ്ണാണിത്. 4000 വിശ്വാസികളെ ഉൾക്കൊള്ളാവുന്ന സുന്ദരമായ മസ്ജിദുൽ ജാമിഅ ഈ നഗരത്തിലുണ്ട്. ജോഡ് ഗുമ്മട്ടയും വളരെ പ്രസിദ്ധമാണ്. 600 വർഷങ്ങൾക്ക് മുമ്പ് ദീനി പ്രഭവിതറിയ കുതുബേദക്കൻ ആഷിം ഫീർ ദസ്തഗീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും മഖ്ദൂമി പാരമ്പര്യത്തിൽ നിന്നും ദീനി പ്രബോധനത്തിൻ്റെ സന്മാർഗത്തിൻ്റെ വിളക്ക് സ്വീകരിച്ച ഭൂമിയാണിത്. ബിജാപുറയുടെ മുസ്ലിമീങ്ങളുടെ വർത്തമാനം ഇന്ത്യൻ മുസ്ലിമീങ്ങളെ നാണിക്കും വിധമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഹുബ്ലി ധാരവാഡ പട്ടണം. ഹൈദരാബാദിൽ നിന്ന് 450, ബംഗളൂരുവിൽ നിന്ന് 410, മംഗലാപുരത്തിൽ നിന്ന് 358, ബിജാപുറയിൽ നിന്ന് 210 കിലോമീറ്റർ അകലെയാണ് ഈ സിറ്റി നിലനിൽക്കുന്നത്. ഇത് കർണാടകയുടെ 2ാം നഗരമാണ്. ഫതേഹ് ഷാഹ് വലിയുല്ലാഹിയുടെ ദർഗ വളരെ പ്രസിദ്ധവും ഈ നഗരത്തിൻ്റെ കേന്ദ്ര ജമാഅത്ത് പള്ളിയിൽ ഖുർആനിൻ്റെ കൈയെഴുത്ത് പ്രതി സൂക്ഷിച്ചിരിക്കുന്നു. ധാർവാഡ് ഹുബ്ലിയിൽ നിന്നും 20 കിലോമീറ്റർ അകലെയാണെങ്കിലും 2 നഗരങ്ങളും ഒരേ മുനിസിപ്പലിൻ്റെ കീഴിലാണ്. ഇത് ഗണേഷ് പേട്ടയിലെ ഷാഫി മസ്ജിദിൻ്റെ അടുത്തുള്ള ഗൗസെ പാക്ക് എന്നറിയപ്പെടുന്ന ഒരു വിഗ്രഹം. ഗൗസുൽ ആലം ഇരുന്ന സ്ഥലമാണെന്ന് ഇവിടത്തെ നിവാസികൾ വിശ്വസിച്ച് നടക്കുന്നു. മഗ്രിബിൻ്റെ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. ഒരു കൂട്ടം സ്ത്രീകൾ ഈ കല്ലിന് സുജൂദ് ചെയ്യുന്നു. ചെറിയ പിഞ്ചുമക്കളും അവരുടെ കൂടെയുണ്ട്. നിസ്കാരം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല എന്നായിരുന്നു ആ പാവങ്ങളുടെ മറുപടി. ഇത് ഹുബ്ലിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള സ്ഥലം. ഈ കാണുന്ന വൃദ്ധനാണ് ഈ പള്ളിയെ പരിപാലിക്കുന്നത്. ഏതോ ഗ്രാമനിവാസി നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. ഈ നാട്ടിൽ പള്ളി പരിപാലിക്കാനുള്ള ഉസ്താദുമാരില്ല എന്നുള്ളതാണ് അല്പമെങ്കിലും ബോധമുള്ള ഈ വൃദ്ധൻ ഞങ്ങളോട് പറഞ്ഞത്. പള്ളി വളരെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഖുർആനിൻ്റെ ആയത്തുകളെ കണ്ണടയിൽ എഴുതിയ ഗ്രന്ഥമാണ്. പഠിക്കാൻ ഉത്സാഹമുണ്ട് ഇവർക്ക്, പഠിപ്പിക്കുന്നവർ ഇല്ലാതെ പോയി. जी यहाँ ये कुसुगल है, इसका नाम गांधी कट्टा कुसुगल सर्कल, ये बिलाल मस्जिद है. और फिर यहाँ एक 100 घर है, लगभग 100 घर है. यहाँ पर इमाम फिक्स नहीं है और मकतब नहीं चलता बच्चों के लिए. मैं भी हुबली से आता हूँ. यहाँ चिकन दुकान है मेरी यहाँ. वो बच्चे मदरसे में नहीं पढ़ते, मकतब नहीं चलता, तो मुझे भी है ना बड़ा अफसोस होता इसके. वो ज़रा मुझे बड़ी चिंता है उसके. जहालत तो कुछ नहीं है, सब दीनदार है तबका, अल्लाह के रास्ते में जाते हैं और तबलीग का काम बहुत ज़ोरों पे है यहाँ. ये जो मस्जिद है नहीं, यहाँ पर थोड़ा झोल है और उनको क्या है ज़रूरत है क्या दीन की है. और वो अगर मदरसा शुरू हो गया तो नहीं बच्चे पढ़ते हैं, आते हैं. कम से कम तकरीबन 20 बच्चों तक मैंने देखा है, उसके बाद बंद हो गया. जी. ഈ കാണുന്നത് യമനൂർ ഹുബ്ബള്ളിയിൽ നിന്നും 40 കിലോമീറ്റർ അകലെയാണ്. മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മൊഹല്ലയാണിത്. ഈ കാണുന്നത് ഒരു ബാബയുടെ പേരിലുള്ള ചില്ല. പുലിയുടെ പുറത്തു കയറി വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇയാളുടെ കോലങ്ങളും ഇതര പ്രതിമകളും പ്രതിഷ്ഠാപിച്ചു വെച്ചിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ ഈ വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. വംശപാരമ്പര്യമായി ഇതിനെ പരിപാലിക്കുന്ന കുടുംബാംഗമാണ് ഈ കാണുന്ന വ്യക്തി. വർഷത്തിൽ നടക്കുന്ന ഉത്സവത്തെക്കുറിച്ച് ഇയാൾ പറയുന്നുണ്ട്. ये यमुनूर में राजा बागसौर का दरबार है. जैसे कि लोग बीमारी से वगैरह आते हैं इधर और आके कुछ खुजली हो या कुछ दर्द हो या कुछ आपको मांगने के लिए कोई मन्नत हो
तो मन्नत करके जाता है और उनका जो मन्नत वगैरह पूरा होता है तो आके दरबार पे ज़ियारत करके जाता है। लेकिन यमनूर बोल के थोड़ा भी लोगों में बहुत थोड़ा अच्छा है, क्यों बोले कि इधर आपकी जो भी मन्नत होगी तो बुनियाद होगी तो ज़रूर हासिल होगी, इसलिए लोगों के लिए इधर इरादा बहुत है, इसलिए इधर आना जाना थोड़ा चलता रहता है। उधर भी तुम चाहो तो तुम फातिहा कर सकते हो, उसको तुमको कोई रोक नहीं सकता, तुम जाकर फातिहा ला सकते हो, तो तुम्हारा दिल चाहेगा तो तुम ज़ियारत करके आ सकते हो, उसको क्या कमी नहीं है उधर, तुम भी ज़ियारत फातिहा दिला के आ सकते हो, क्या कुछ नहीं। और फिर ये इसका चलाना सब कैसे, आपके ख़ानदान वाले कैसे इसका मेंटेनेंस करते हैं? ये बहुत पुराने सालों से आए हैं, ये हमारे ख़ानदान की तरफ से हमें हमारे बुज़ुर्ग लोगों से कर लेते हैं, हम ये कर लेते जा रहे हैं, ये पहले बहुत पुराने से आए हैं। सिंधल के आखिरी में बोले तो तुमको एक 25-30 हज़ार लोग इधर ज़ियारत के लिए आते हैं। പ്രസ്തുത ചില്ലയോട് ചേർന്ന് കിടക്കുന്ന പള്ളിയാണിത്. കണ്ണടയിലാണ് ഖുത്ബ പാരായണം. ഇയാളുമായി ഞങ്ങളൊന്ന് ദ്വാരക്കാനിരുന്നു. औज़ुबिल्लाहिमिनश्शैतानिर्रजीम बिस्मिल्लाहिर्रहमानिर्रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर्रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दॉल्लीन आमीन. ഇമാമിന് 800 ശമ്പളമായിരുന്നു. ഇപ്പോൾ 3000-ഓളം ഉയർത്തിയിട്ടുണ്ട്. ബഹുഭൂരിഭാഗം മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഈ നാട്ടിൽ ഒരു മദ്രസ പോലുമില്ല. നിങ്ങൾ ഉണ്ടാക്കിയാൽ തീർച്ചയായും സഹകരിക്കും എന്നാണ് ഇയാൾ ഉത്സാഹം കാണിക്കുന്നത്. അതേ നാട്ടിൽ അതേ ബാബയുടെ പേരിൽ ഒരു അമ്പലവും ഹിന്ദുക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അമ്പലത്തിൽ പൂജിക്കാനെത്തുന്ന മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും കാണാം. അമ്പലപൂജാരിയോട് കാര്യം ചോദിച്ചു. അയാളുടെ വാക്കനുസാരം ഇവിടെ മുസ്ലിമീങ്ങളാണ് അധികവും എത്തുന്നത്. ഉത്സവത്തിന് ഒമ്പിച്ച ജനക്കൂട്ടം ഉണ്ടെന്നാണ് അയാളുടെ പ്രശംസ. ഇത് നരഗുന്ദ. ഹുബ്ലിയിൽ നിന്നും 90 കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമപ്രദേശം. ഈ നാട്ടിൻ്റെ പ്രസിദ്ധ ചാറത്തെയും ബാബയെയും നമുക്ക് സന്ദർശിക്കാം. ഇത് ഈ മസാറിൻ്റെ കവാടവും പുറം ചിത്രങ്ങളുമാണ്. ഒരു അമ്പലത്തിൻ്റെ പുറം ചിത്രങ്ങളെപ്പോലെയുണ്ട്. ഇവിടെ ശിവയുടെയും ഗണപതിയുടെയും തുടങ്ങിയ വിഗ്രഹങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഈ കാണുന്ന കട്ടിലിരുന്നാണ് മസാറിൽ കിടന്നവൻ്റെ അനന്തരാവകാശിയായ മകൻ ശിഷ്യത്വം നൽകുന്നത്. വിഭൂതിയും ഭസ്മവും കാണാം. ഈ കാണുന്നതാണ് മക്ബറ. നഗ്നമായി കാണുന്ന വ്യക്തിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. എല്ലാ വർഷത്തിൻ്റെയും 10-ാം മാസത്തിൽ ഉത്സവം നടക്കാറുണ്ടെന്നാണ് ഈ അനന്തരാവകാശി മകൻ പറയുന്നത്. ഉത്സവത്തിൻ്റെ ഫോട്ടോ ആൽബമിൽ നിന്നും ഞങ്ങൾ പകർത്തിയെടുത്ത ദൃശ്യങ്ങൾ. ഈ നാട്ടിൻ്റെ ഇമാമും പ്രസിദ്ധരായ സ്വാമികളും ഈ ഉത്സവത്തിൽ അതിഥികളായി എത്താറുണ്ട്. ഈ കാണുന്നത് മസാറിൽ കിടക്കുന്ന ബാബയുടെ മകൻ. ഉള്ളിക്കൃഷിക്കാരനായ ഇയാളോട് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ನಮ್ಮ ಮಾತಿನಲ್ಲಿ ಅಲ್ಲಾ ಅಂದರೂ ಒಬ್ಬನೇ, ಶಿವ ಅಂದರೂ ಒಬ್ಬನೇ, ಹೌದಾ? ಆ ಭರೋಸೆ ನಮ್ಮ ಮನುಷ್ಯನೊಳಗೆ ನಾವು ಇಟ್ಕೊಂಡೇವೆ ಅಂದ್ರೆ ಅವ ಅಲ್ಲಾನ ರೂಪದಾಗಾರ ಬಂದು ಕಾಣ್ಬೋದು, ಶಿವನ ರೂಪದಾಗಾರ ಬಂದು ನಮ್ಮನ್ನು ಕಾಯ್ಬೋದು. ಆದರೆ ಹೆಂಗಂದ್ರೆ ಅವ ಕಾಣಂಗಿಲ್ಲ. ಮನುಷ್ಯನ ಭರೋಸೆ, ಈ ಕೆಲಸ ಅವನ ಮಾಡ್ಯಾನಪ್ಪ ಅನ್ನೋ ಭರೋಸೆ ನಮಗೆ ಸಿದ್ಧ ಮಾಡಿ ಹೇಳ್ಬೋದು. ನಾವು ಉರ್ಸ್ ಮಾಡಿದ್ರು ಒಂದು, ಪೂಜಾ ಮಾಡಿದ್ರು ಒಂದು, ಜಾತ್ರೆ ಮಾಡಿದ್ರು ಒಂದು, ಎಲ್ಲರೂ ಒಂದೇ ಅನ್ನೋದು ದೃಷ್ಟಿಯೊಳಗೆ ಕಾಣ್ತಿದ್ರು. ಈಗ ಹಿಂಗಿಟ್ರೆ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್ ಅಂದ್ರೆ ಅದು ಅಕ್ಷರ ಮ್ಯಾಗಿಟ್ರೆ ಅದನ್ನು ಪೂರ ಹೇಳ್ತದೆ. ಅಲ್ಲೇ ಟಿಕ್ ಮಾರ್ಕ್ ಅದಾವೆ. ಈಗ ಅವೆಲ್ಲ ನಮ್ಗೆ ಗೊತ್ತಾಗ್ಬಿಟ್ಟವ್ರು. ಹಾಂ ಹಿಂಗೆ ನಮ್ಮದು ನೋಡ್ರಿ, ಫಾತ್ಯಾನೂ ಮಾಡ್ತೀವಿ, ಪೂಜಾನೂ ಮಾಡ್ತೀವಿ, ಕುರಾನದೊಳಗಿನ ಅನುಭವನೂ ನಮಗೆ ಜ್ಞಾನಕ್ಕೆ ಬಂದುಬಿಟ್ಟೈತಿ. ಶಾನ್ಯಾರಂದ್ರೆ ಶಾನ್ಯಾರು, ಹುಚ್ಚರಂದ್ರೆ ಹುಚ್ಚರು ನೋಡಪ್ಪ, ಒಂದ ಮಾತು ಹೇಳ್ತೇವೆ ನಿಮಗೆ. ഇയാൾ പറയുന്നത് ശിവനും അള്ളയും എല്ലാം ഈ വിഗ്രഹത്തിലുണ്ടെന്നാണ്. പെന്ന് വെച്ചാൽ ഓതുന്ന ഇലക്ട്രിക് മുസ്ഹഫാണ് പ്രധാന കറാമത്ത്. നിസ്കാരം, ഖുർആൻ അതൊന്നും അറിയില്ല. ഹിന്ദുമതവും ഇസ്ലാം മതവും രണ്ടും ഒന്നാണ്. റബിയുൽ അവ്വലിൻ്റെ ദിവസത്തിൽ 30,000-ഓളം ആളുകൾ ചേർന്ന് പാട്ടും ഡാൻസുകളും നടത്താറുണ്ടെന്ന് അഭിമാനത്തോടുകൂടെ ഇയാൾ പറയുന്നു. മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്
കേരളീയ മാതൃകയിൽ മദ്രസകളും ദീനി ദഅവകളും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആഗസ്റ്റ് 1 മംഗലാപുരം ടൗൺ ഹാളിൽ തുടക്കം കുറിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നാഷണൽ മിഷൻ തെരഞ്ഞെടുത്ത പ്രദേശങ്ങളിലൊന്നായ ബിജാപൂരിൻ്റെയും പരിസരത്തിൻ്റെയും പഠനയാത്ര റിപ്പോർട്ടാണ് നിങ്ങൾ കണ്ടത്. നാഷണൽ മിഷനിൻ്റെയും കർണാടക SKSSFൻ്റെയും നേതാക്കളടങ്ങുന്ന പഠനയാത്രയിൽ ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയ ചില അതിപ്രധാന കാര്യങ്ങൾ നേതാക്കളുടെ സമക്ഷം സമർപ്പിക്കട്ടെ. ഇവിടെ മദ്രസകൾ നിർമ്മിക്കാൻ ഒരുപാട് പേർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ദീർഘകാലം നിലനിൽക്കാതെ അല്പകാലം കൊണ്ട് തന്നെ തകർന്നുപോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പഠിപ്പിക്കാനും പള്ളികളിൽ ഇമാമ് നിൽക്കാനും ഉസ്താദുമാരില്ല എന്നതാണ് അതിപ്രധാന കാരണം. മംഗലാപുരം പ്രദേശങ്ങളിൽ നിന്ന് പോയി ദഅവ നടത്തുന്ന ഉസ്താദുമാർ ദീർഘകാലം നിൽക്കാതെ മടങ്ങുന്നു. ഈ പ്രദേശങ്ങളിൽ ദഅവ നടത്തിയ നേതാക്കളെ സന്ദർശിച്ചും പഠിച്ചു മനസ്സിലാക്കിയും അവസാനം ഞങ്ങൾ കണ്ടെത്തിയ ഒരു വഴി ഈ നാട്ടിൽ തന്നെ മുഅല്ലിമീങ്ങളെ ഉണ്ടാക്കണം. ഫാക്കൽറ്റീസുകളെ ഇറക്കുമതി ചെയ്തുകൊണ്ടുള്ള പരിപാടി ദീർഘകാലം നിലനിൽക്കില്ല. അതിനുവേണ്ടി നമുക്ക് ഹുബ്ലി ധാറവാടിൻ്റെ ഇടയിൽ ഒരു സെൻറ്റർ നിർമ്മിക്കേണ്ടതുണ്ട്. പ്രസ്തുത സെൻറ്ററിൽ 10ാം ക്ലാസ് പാസ്സായ ഒരു വിദ്യാർത്ഥിയെ ജോബ് ഓറിയൻറ്റഡ് അറബിക് ടീച്ചർ കോഴ്സ് എന്ന നിലക്ക് അഡ്മിഷൻ നൽകി, കുടുംബത്തിന് സ്റ്റേ ഫണ്ട് നൽകി, 3 വർഷത്തിൻ്റെ മുഅല്ലിം കോഴ്സ് നൽകി, അതിലൂടെ പുറത്തു വരുന്ന തദ്ദേശ നിവാസികളായ മുഅല്ലിമീങ്ങളെ കൊണ്ട് മദ്രസകൾ നിർമ്മിക്കാം. പ്രസ്തുത പദ്ധതിയുമായി മുന്നോട്ട് വരികയും പ്രാദേശിക സഹകരണത്തിന് വേണ്ടി SKSSF ഹുബ്ലി ഡിസ്ട്രിക്ട് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ഈ കാണുന്നത് നാസിർ എന്ന മലയാളി സുഹൃത്താണ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബം 40 വർഷങ്ങളോളമായി ഹുബ്ലിയിൽ തന്നെ വസിക്കുന്നു. ഈ പദ്ധതി സമ്പൂർണമായും വിജയിക്കും എന്നാണ് ഇയാളുടെ പരിചയം വെച്ച് അഭിപ്രായം പറയുന്നത്. പിന്നെ എൻ്റെ വാപ്പയും എൻ്റെ സ്ഥാപനങ്ങൾ നടക്കുന്നത് ഏകദേശം 40 വർഷത്തോളമായി. പിന്നെ ഇതിനിടയിൽ നമുക്ക് നിങ്ങൾ പറഞ്ഞ മാതിരി ദീനി സ്ഥാപനങ്ങളുമായി മുന്നേറാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല. അതിലൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മനസ്സിൽ നല്ലോണം ആഗ്രഹം ഉണ്ടായിരുന്നു ദീനിനെ ഇത്രയും അങ്ങോട്ടേക്ക് നമുക്ക് എത്തിക്കണമെന്നും. പക്ഷേ ഇവിടെ കുറേ അനാചാരങ്ങൾ കുറേ നടക്കുന്നുള്ള ഏരിയയാണിത്. ദീനിനൊക്കെ ഒതുക്കാത്ത വിധത്തിലുള്ള അനാചാരങ്ങൾ നടക്കുന്ന ഒരു ചുറ്റുപാടാണ് ഹുബ്ലിൻ്റെ ചുറ്റുപാട് നടക്കുന്നുള്ളത്. പക്ഷെ അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ അടുത്തില്ലായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് അത് ആരും ഇതുവരെ നമ്മളെ സമീപിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ വന്നതും വളരെ സന്തോഷമായി. വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. നമുക്ക് ഈ അനാചാരത്തിനെതിരെ നല്ലൊരു നിലയിൽ നല്ലൊരു മദ്രസ പഠനത്തിലൂടെ നല്ലൊരു ബോധവൽക്കരണത്തിലൂടെ നമുക്കവരെ നന്നാക്കി എടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹുബ്ലി ധാറവാടിൻ്റെ ഹൈവേന് മധ്യത്തിൽ തന്നെ നല്ല സെൻറ്ററിൽ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ മുഅല്ലിം കോഴ്സിനുള്ള തയ്യാറാക്കാൻ പറ്റത്തില്ല നമ്മുടെ സ്ഥാപനം നമുക്ക് സ്ഥലം കണ്ടെടുക്കാൻ സ്ഥാപനം ഉണ്ടാക്കുകയും വളരെ പെട്ടെന്ന് ചെയ്യാനും പറ്റും ഇൻഷാ അല്ലാഹ്. ഇത് ധാർവാഡിലെ മുഹമ്മദ് ഹനീഫ് എന്ന പ്രാദേശിക നേതാവ്. ഹുബ്ലി ധാർവാഡിൻ്റെ ഇടയിൽ ഈ വൈജ്ഞാനിക മുന്നേറ്റത്തിന് സമ്പൂർണമായ സഹകരണയും പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇദ്ദേഹം. ഇത് കരീം ഹാജി മകൻ മുനീർ ഹാജിയും. സമസ്തയുടെ ഉറുദു സിലബസിലുള്ള 7 മദ്രസകൾ ഇദ്ദേഹം സ്വന്തം ചെലവിൽ നടത്തുന്നു. ഇത് ഹാനഗൽ ദാറുൽ ഹുദ ഓഫ് ക്യാമ്പസ്. കരീം ഹാജി ദാനം ചെയ്ത സുന്ദരമായ വീടും 5 ഏക്കർ മാങ്ങയുടെ തോപ്പും ഇന്ന് അറിവിൻ്റെ പൂന്തോപ്പായി വളരുന്നു. കരീം ഹാജിയോട് ഈ പദ്ധതിയെക്കുറിച്ച് നാം ചർച്ച ചെയ്തപ്പോൾ സഹർഷം അദ്ദേഹം സ്വീകരിക്കുകയായിരുന്നു. അനമട്ടി എന്ന സ്ഥലത്തിലുള്ള തൻ്റെ 2 ഏക്കർ മാങ്ങത്തോട്ടം ഈ പദ്ധതിക്കായി ദാനം ചെയ്യാനുള്ള വാഗ്ദാനം നൽകി. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നാഷണൽ മിഷൻ മുന്നോട്ട് വെച്ച ഈ പദ്ധതി സമസ്തയുടെ വിദ്യാഭ്യാസ രീതിയിലൂടെ ഈ പ്രദേശത്ത് വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിക്കും എന്നുള്ളതിൽ സംശയമില്ല. പാണക്കാട് കുടുംബത്തിൻ്റെയും സമസ്തയുടെയും നേതൃത്വം നമുക്കുണ്ട്. ഈ മുന്നേറ്റത്തിന് പാണക്കാട് സയ്യിദന്മാരുടെയും സമസ്ത നേതാക്കളുടെയും കൂടെ നിൽക്കണമെന്ന അഭ്യർത്ഥനയോടെ